ഗോൾസ് സെറ്റ് ചെയ്യാനും അത് നേടിയെടുക്കാനും ഞാൻ ഫോളോ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഗോൾസ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അത്രയധികം ഒന്നും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, അതായത് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിലും അച്ചീവ് ചെയ്യുന്നതിലും ഒക്കെ ഒരു ബിഗിനർ ആണെങ്കിൽ, അതുമല്ല നിങ്ങൾ പല തവണ ശ്രമിച്ചിട്ടും എത്ര ഹാർഡായിട്ട് ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത ഗോൾസ് ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ്മെന്റ് പ്രോസസ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ട് അല്ലെ? അത് ലക്ഷ്യമായിട്ട് മാറുന്നത് കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടി അതിനെ സമീപിക്കുമ്പോഴാണ്. സോ ഈ ഗോൾസ് എന്ന് പറയുന്നത് പലതും ആയിരിക്കാം. ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതായിരിക്കാം, കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ളതായിരിക്കാം, ഒരു ബ്ലോഗ് തുടങ്ങുക എന്നുള്ളതായിരിക്കാം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതായിരിക്കാം, ഒരു പുസ്തകം എഴുതുക എന്നുള്ളതായിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ലീവ് ചെയ്ത് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുക എന്നുള്ളതായിരിക്കാം, ജോലി മാറുക എന്നുള്ളതായിരിക്കാം, ബിസിനസ് തുടങ്ങുക എന്നുള്ളതായിരിക്കാം, നല്ലൊരു പാരന്റ് ആവുക എന്നുള്ളതായിരിക്കാം. അങ്ങനെ എന്തും ഏതും നമുക്ക് ആഗ്രഹങ്ങളായിട്ടും സ്വപ്നങ്ങളായിട്ടൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ടൊരു ലക്ഷ്യമായിട്ട് മാറണമെങ്കിൽ നമ്മൾ അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അത് നേടിയെടുക്കുമ്പോഴാണ് നമുക്കതൊരു ലക്ഷ്യമായിട്ട് നമ്മൾ അത് അച്ചീവ് ചെയ്തു എന്നും പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം അത് ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും ഒക്കെ നമുക്ക് തന്നെ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. സെൽഫ് എഫിക്കസിയെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് വേഗം എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ ആ ലക്ഷ്യം വേഗം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ നമുക്ക് തന്നെ ഒരു എവിഡൻസ് കൊടുക്കണം ആദ്യം. യെസ്, യു ക്യാൻ അച്ചീവ് എനി ഗോൾ എന്നുള്ള ഒരു എവിഡൻസോ അല്ലെങ്കിൽ ഒരു പ്രൂഫോ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് കൂടുകയും അങ്ങനെ ഏത് ഗോൾ ആയാലും എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുകയും അങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത്. സോ നിങ്ങൾ ഇതിൽ അത്രയധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗോൾ അത് ഒരു 7 days അല്ലെങ്കിൽ മാക്സിമം 10 daysനുള്ളിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗോൾ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ആദ്യമേ വലിയ ഗോൾ എടുത്ത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കാതെ സെറ്റ് എ ഗോൾ വിച്ച് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ 7 or maximum 10 days. അത് കഴിഞ്ഞാൽ ആ ഗോള് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇന്നതാണ് ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യം. അത് എഴുതി വെക്കുന്നവരാണെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ആപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എവിടെയാണെങ്കിലും അത് എഴുതി വെച്ചിട്ടുണ്ടാവണം. ഈ ഗോള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരാത്ത ഒരു ഗോളായിരിക്കണം. എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പുഷ് ചെയ്യേണ്ടി വരണം, പക്ഷേ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ ആവരുത് നിങ്ങൾ തുടക്കത്തിൽ ആദ്യം ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യേണ്ടത്. കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾക്ക് തന്നെ കൊടുത്താൽ, കുറച്ചൊരു പുഷ് നിങ്ങൾക്ക് തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗോളായിരിക്കണം. അത് മാക്സിമം 7 to 10 daysൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗോളും ആയിരിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ ഒരു പ്ലാൻ എങ്ങനെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് നിങ്ങളുടെ ഫാമിലി ആയിട്ട് പോകാനായിട്ട്. സോ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? എന്നാണ് പോവേണ്ടത് എന്ന് പ്ലാൻ ചെയ്യും, പിന്നെ എങ്ങനെയാണ് പോവേണ്ടത് എന്ന് പ്ലാൻ ചെയ്യും, അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എവിടെ താമസിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, എവിടെയൊക്കെ കാണാനായിട്ട് പോകണം, വിസിറ്റ് ചെയ്യണം, ടൂറ് എങ്ങോട്ടൊക്കെ നടത്തണം, അവിടെ തന്നെ എവിടെയൊക്കെ ഏതൊക്കെ പ്ലേസസ് കാണണം എന്ന് തീരുമാനിക്കും അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡേറ്റ് ഫിക്സ് ചെയ്യായിരിക്കും. നമുക്കും നമ്മുടെ ഫാമിലിയിലെ ബാക്കി അല്ലെങ്കിൽ നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന ആളുകൾക്കും സൗകര്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ ട്രാവൽ ഏജന്റ് വഴിയോ എങ്ങനെയാണെങ്കിലും ആ പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് വഴിയാണെങ്കിൽ അങ്ങനെ, ട്രെയിൻ ആണെങ്കിൽ അത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യും. പിന്നെ നെക്സ്റ്റ് നമ്മൾ താമസിക്കാനുള്ള സ്ഥലം, അത് ഹോട്ടലാണെങ്കിൽ അങ്ങനെ, അതല്ല വല്ല റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ആലോചിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഓൺലൈനിൽ അവിടെ എന്തൊക്കെ കാണാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കും. സോ നമ്മളിവിടെ ക്ലിയർ ആയിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതിനെ കൃത്യമായിട്ടൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ചില ഡിസിഷൻസ് എടുത്തു, അല്ലെങ്കിൽ ചിലത് നമ്മൾ ചൂസ് ചെയ്തു. ഒരുപാട് ഹോട്ടൽസ് ഉണ്ടായിരുന്നിരിക്കാം, അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി അല്ലെങ്കിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ളത് നോക്കി മറ്റുള്ളവരുടെ റിവ്യൂസ് നോക്കിയൊക്കെ നമ്മൾ ഏറ്റവും നല്ല ഒരെണ്ണം ചൂസ് ചെയ്തു. അത് എല്ലാ കാര്യത്തിലും അതെ. ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയാലും ട്രെയിൻ ടിക്കറ്റ് ആയാലും ഒക്കെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോവാനായിട്ട് പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു ഗോളിലേക്ക് എത്താനായിട്ട് വി നീഡ് ടു ഹാവ് എ പ്രോപ്പർ പ്ലാൻ. ആ പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കും, അതിൽ നിന്ന് ചില തീരുമാനങ്ങൾ എടുക്കും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കുന്നത്. സോ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയധികം എളുപ്പമാവുന്നോ അത്രയും നമ്മുടെ ബ്രെയിൻ നമ്മളെ ഈ ഗോളിൽ എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്കൊരു
ബുക്ക് എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ എന്ന് വിചാരിക്കുക. ഫസ്റ്റ് എന്ത് വേണം? അത് നിങ്ങൾ എന്നാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്നാണ് നിങ്ങൾ അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡിയാക്കുന്നത്, ഇതിനൊക്കെ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ ഈ ബുക്കാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? അത് 7 to 10 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. ഇപ്പൊ ബുക്ക് നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ഗോൾ ആവരുത്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി ബുക്ക് എഴുതുന്ന കാര്യം വെച്ച് തന്നെ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തു എന്നാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്, അത് കഴിഞ്ഞത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്നാണ് അത് ചെയ്യാനായിട്ട് പോകുന്നത്, എന്നാണ് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ തീരുമാനിച്ചു. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം. ഗോൾ സെറ്റ് ചെയ്തു, ഡേറ്റും ഫിക്സ് ചെയ്തു, അതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് കണ്ടന്റ് റിസർച്ച് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്ലാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ളതാക്കുക എന്നുള്ളത്. എത്രയധികം നമ്മളത് ഈസി ആക്കുന്നോ അത്രയും നമ്മുടെ ബ്രെയിനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം എത്ര കോംപ്ലക്സ് ആവുന്നോ അതിൽ നിന്ന് ഒഴിവാവാനായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രെയിൻ എപ്പോഴും ചെയ്യുക. അതിന്റെ കാരണം ബ്രെയിൻ എപ്പോഴും നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ, ഒരു സേഫ് സോണിൽ നിർത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുമാണ്. സോ വളരെ കോംപ്ലക്സ് ആക്കും തോറും എന്ത് സംഭവിക്കും? നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനായിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് തന്നുകൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോൾ നമ്മുടെ പ്ലാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയായിരിക്കും, 2, 3, 4 തടസ്സങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബുക്ക് എഴുതുന്ന കാര്യത്തിലാണെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ തോന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ എഴുതാൻ തോന്നില്ലായിരിക്കാം. ഐ മൈറ്റ് നോട്ട് ഫീൽ ലൈക്ക്, അല്ലെങ്കിൽ ഐ ഡു നോട്ട് ഫീൽ ലൈക്ക്, ചെയ്യാൻ തോന്നില്ല എന്നുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാനുള്ള ഇന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് അറിവില്ല, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, അതായിരിക്കാം. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള കഴിവില്ല, വൺസ് ആ ഡ്രാഫ്റ്റ് റെഡിയാക്കി കഴിഞ്ഞാൽ അതിലെ മാറ്റങ്ങൾ വരുത്താനുള്ള സമയമില്ല എന്നോ അല്ലെങ്കിൽ അറിയില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ഡു വെൻ ദാറ്റ് ഒബ്സ്റ്റക്കിൾ കംസ് ഇൻ. നമ്മുടെ മുന്നിൽ ആ ഒരു ഒബ്സ്റ്റക്കിൾ ശരിക്കും വന്നാൽ, ഇപ്പൊ നമ്മൾ ആലോചിക്കുകയാണ് ഇന്ന ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്, ഉറപ്പില്ല, നമുക്ക് വരാതിരിക്കാം. ഇനി അങ്ങനെ ഒരു ഒബ്സ്റ്റക്കിൾ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ആ ഒബ്സ്റ്റക്കിളിനെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? അതാണ് നെക്സ്റ്റ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ എനിക്കത് ചെയ്യാൻ തോന്നില്ലായിരിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലൊരു മടിയാണ് അല്ലെ, വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം. അങ്ങനെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ എനിക്ക് ചെയ്യാൻ തോന്നിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് എഴുതും. ഓക്കെ, അതാണ് ആ ഒബ്സ്റ്റക്കിൾ ഓവർകം ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അതിന് സമയമില്ലെങ്കിൽ, അതായത് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. ഇന്ന ഒരാളെ, അതിന് കണ്ടുപിടിച്ച ആളെ ഏൽപ്പിക്കും. അതിന് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നും ആളതിന് റെഡിയാണോ എന്നൊക്കെ നമ്മൾ ഈ സമയത്ത് ആലോചിക്കണം. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഒരെണ്ണം പറഞ്ഞത്, എനിക്കത് ആ ഒരു ടോപ്പിക്ക്, ഇന്നൊരു ടോപ്പിക്ക് എഴുതാനുള്ള അറിവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് അതിനെക്കുറിച്ച് വായിച്ച് പഠിക്കും. എന്നിട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പാർട്ടിനെ കുറിച്ച് എഴുതും. ഇങ്ങനെ എന്ത് ഒബ്സ്റ്റക്കിൾ ആണോ നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ളത് അതിന് തക്കതായിട്ടുള്ള ഓവർകം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കൂടി നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഗോൾ സെറ്റിങ്ങിന്റെ സ്റ്റെപ്സ് ആണ്. ആക്ച്വലി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരിടേണ്ടി വരുന്ന ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാവാം എന്ന് നമ്മൾ ആലോചിക്കുന്നു, അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നു. സോ ഇവിടെ നമ്മൾ നമ്മുടെ ബ്രെയിനിന് തന്നെ എന്താണ് കൊടുക്കുന്നത്? ഒബ്സ്റ്റക്കിൾസ് വരാനുള്ള സാധ്യതയുണ്ട്, ഇന്ന ഒരു ഒബ്സ്റ്റക്കിൾ വന്നാൽ ഇങ്ങനെയാണ് ഞാൻ പെരുമാറാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്, ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ നമ്മുടെ ബ്രെയിനിനോട് പറയാണ്. സോ ഈ ഒരു ടെക്നിക്ക് ആക്ച്വലി മെന്റൽ കോൺട്രാസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുള്ളതുമാണ്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഫുൾ അത് നടക്കുമെന്ന് മാത്രം ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല. അതിന്റെ ഇടയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവണം. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഓരോ ദിവസവും നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആ പ്ലാൻ ചെയ്യുമ്പോൾ ആ 10 ദിവസത്തേക്കും ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. Day 1, Day 2, Day 3, അങ്ങനെ Day 7 ആണോ അല്ലെങ്കിൽ Day 10 ആണോ
അത്രയും ദിവസം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ ഒബ്സ്റ്റക്കിൾസ് വരാതിരിക്കാം. വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ മുന്നോട്ട് പോകുന്നു. 7-മത്തെയോ 10-മത്തെയോ ദിവസം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് സെലിബ്രേറ്റ് ചെയ്യാം, പ്രൗഡ് ആവാം. നിങ്ങളുടെ സെൽഫ് എഫിക്കസി ഓട്ടോമാറ്റിക്കലി കൂടുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഗോൾസിനെയും ഏറ്റവും ആദ്യം നമ്മൾ ഒട്ടും ഇതിൽ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഗോൾസിനെ സമീപിക്കേണ്ടത്. വൺസ് നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് നേടിയെടുത്ത ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സെൽഫ് എഫിക്കസി കൂടിയിട്ടുണ്ടാവും. നിങ്ങളുടെ സെൽഫ് വർത്ത്, സെൽഫ് എസ്റ്റീം, സെൽഫ് ബിലീഫ് എല്ലാം കൂടിയിട്ടുണ്ടാവും. പിന്നെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നമേ ആയിരിക്കില്ല. സോ ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? അതിനെ ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നതിലും അത് കഴിഞ്ഞ ആ ലക്ഷ്യങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നതിലുമാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. സോ ആദ്യമേ തന്നെ ഗോൾസിനോടൊപ്പം തന്നെ നമ്മൾ ഒബ്സ്റ്റക്കിൾസിനെ കൂടി കണ്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡ് കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ, ആദ്യം കുഞ്ഞു ഗോൾസ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ എവിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് ലക്ഷ്യം നേടുക എന്നുള്ളതും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. സോ ഈ ഒരു ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യൂ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.